ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഊന്നിൻ്റെ ദോശ, ഗ്രീൻ ചട്നി, പിന്നെ ചുവന്ന ചട്നി. രാത്രി ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് വരാം ഇതിന് എന്തെല്ലാം ഞാൻ ആക്കിനി, എങ്ങനെ റെഡിയാക്കിയെന്നെല്ലാം നോക്കിയിട്ട് ഒന്ന് വരാമല്ലോ. ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റിയാണിത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ഞാൻ രാത്രി കടിഞ്ഞ് വെച്ച അരിപ്പ് നോക്ക്, ദോശൻ്റെ എങ്ങനെ പൊന്തിട്ട് വന്നിന് നോക്ക്. ഇതിനിപ്പോൾ ചട്നി എന്തെങ്കിലും ആക്കണം, ചുവന്ന ചട്നി പിന്നെ പച്ച ചട്നി എന്നുണ്ടല്ലേ. ഇതിന് ഞാനിപ്പോൾ റെഡിയാക്കണം. ഫസ്റ്റ് ഞാൻ നിരിച്ച് എന്തെങ്കിലും ഈ ബട്ടാട്ട എടുത്തിട്ട് ബാജിയാക്കാമെന്ന്. ആര് ബട്ടാട്ട അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ല ഇവിടെ. അങ്ങനെ ഞാനിപ്പോൾ ചുവന്ന ചട്നിയോ പിന്നെ പച്ച ചട്നി രണ്ടും ആക്കുന്നു, രണ്ടും ഇഷ്ടം പിള്ളേർക്കെല്ലാം. പിന്നെ ഞങ്ങൾ അയാൾക്ക് എന്താക്കിയെങ്കിലും അയാൾ തിന്ന ഒരു ദോശ രണ്ട് ദോശ അയാൾക്ക് എപ്പോഴും ചൊടി നോക്കും. അതിൻ്റെ ഇടയ്ക്കൊന്ന് രണ്ട് ദോശ തിന്നു. അപ്പം നമ്മൾ റെഡിയാക്കല്ലേ. ഇവരെ വിസയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് നേരെ പോലെ. ഞങ്ങൾ പിന്നെ തേങ്ങ എല്ലാം ചേർക്കുന്നത് ഈ ചിരപ്പല്ലിത്. അത് ഞങ്ങൾക്ക് അഭ്യാസം. കാസർഗോഡ് മംഗലാരെല്ലാം ഇങ്ങനെ ആക്കുന്നത്. കാസർഗോഡ് മംഗലാര കാഞ്ഞങ്ങാട് ഇങ്ങനത്തെ ഈ ചിരപ്പല്ലാണ് നമുക്ക്. വേറെ എന്തിലും കഴിയുന്നില്ല, ഇത് അഭ്യാസം ഞങ്ങൾക്ക്. ഇപ്പം കാണിക്കുന്നു ഞങ്ങൾക്കില്ല എങ്ങനെ ചെറുക്കുന്നതെന്ന്. നല്ല സുലഭമാണ്, ഈസിയാണ് ഇത് ഇങ്ങനെ ചെറുക്കുന്നത്. നമുക്ക് ഒരേക്കെ ഉണ്ടല്ലേ കാസർഗോഡായിട്ട് ജനിച്ചത്, കാസർഗോഡിൽ ജനിച്ചത് ഞങ്ങളുടെ ഭാഗ്യം തോന്നും. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷ അറിയില്ലേ. ഇങ്ങനെ ചേർക്കുന്നത് ഇപ്പോൾ തേങ്ങ ചരിച്ചിട്ടായല്ലേ. ഇനിയിപ്പോൾ രണ്ട് ഭാഗമാക്കുന്നു, ഒന്ന് ചുവന്ന ചട്നിക്ക് ഒന്ന് പച്ച ചട്നിക്ക്. ഇത് ഇങ്ങനെ രണ്ട് ഭാഗമാക്കല്ലേ. നമ്മുടെ നാലാളില്ലത്, അപ്പം നമുക്ക് ഇത്ര ചട്നി മതിയെന്ന്. പിന്നെ എത്ര മുളക് വേണമെന്ന് ഞാൻ കാണിച്ചു തരുന്നു. ഇതിപ്പോൾ പച്ച ചട്നിക്ക് നോക്ക്, ഈ ഇത്ര കുറച്ചല്ല തേങ്ങേണ്ടത്. 3 മുളക്, 2 ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ കണ്ട പുളി, പിന്നെ ഉപ്പ്. ഇത് ഇത്ര പച്ച ചട്നിക്ക്. ഇത് വേറെ വേറെ കടയാണോ. ചുവന്ന ചട്നിക്ക് കാരക്കുറവിൻ്റെ ഒരു 5-6 മുളക്, ഒരു കണ്ട നീരുള്ളി, ഒരു കണ്ട വെള്ളുള്ളി, പിന്നെ ഒരു ചെറിയ കണ്ട പുളി ഇടണം. ഇത് ഇത്ര പുളി, പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കടിഞ്ഞിട്ട് പിന്നെ കടു വറുത്തങ്ങ ലാസ്റ്റിൽ. ഇനിയിപ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ട് കടിഞ്ഞിട്ട് കൊണ്ടുവന്ന് അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണോ. കുറേ അല്ല, കുറച്ച് ഇത്ര ഒഴിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം ഞങ്ങൾക്ക്. ഇപ്പോൾ ഗ്രീൻ ചട്നി അരച്ചിട്ടായി. ഇനിയിപ്പോൾ ചുവന്ന ചട്നി അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ അരച്ചിട്ട് വരാം. ഇതിപ്പോൾ 2 ചട്നിക്ക് അരച്ചിട്ടായി, ചുവന്ന ചട്നി പച്ച ചട്നി. അപ്പോൾ ഇനി കുറച്ച് കടു വറുത്തിട്ട് വരാമല്ലേ. ഇപ്പോൾ 2 ചട്നിക്കും ഞങ്ങൾ കടു വറുത്തിട്ടായി. ഇനി മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഞങ്ങൾ ദോശ ആക്കാം. ഇങ്ങനെ ദോശ ചൂടാമല്ലോ. നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദോശ ചുട്ടിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ശരിക്കും അരിയെല്ലാം അളവിൻ്റെ അരി ഇട്ടങ്ങ് ബാംഗ്ലൂരിൽ ദോശ ചൂടാ, ബോംബെയിൽ ചൂടാ, ദുബായിൽ ചൂടാല്ലേ, കാസർഗോഡിൽ ചൂടാ. നമുക്ക് സൂപ്പർ ദോശ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചുവന്ന ചട്നി, പച്ച ചട്നി, ദോശ, ഊന്നിൻ്റെ എല്ലാം റെഡിയായി. നിങ്ങൾ എല്ലാവരും ഇതിനെ നോക്കിയിട്ട് വീട്ടിലാക്കണം. അങ്ങനെ എൻ്റെ ഈ ഒരു ചാനലിന് നിങ്ങളൊരു സപ്പോർട്ടും ആക്കണം. നല്ല നല്ല കുക്കിംഗ് ആയിട്ട് ഞാൻ ദിവസം വരൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.